أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والقمر إذا تلاها والنهار إذا جلاها. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുശംസ് ആയത് നമ്പർ 3-4. അർത്ഥം: ചന്ദ്രൻ അതിനെ പിന്തുടരുമ്പോൾ അതിനെക്കൊണ്ടും പകലിനെ കൊണ്ടും അത് അതിനെ സൂര്യനെ വെളിപ്പെടുത്തുമ്പോൾ അതിനെക്കൊണ്ടും സത്യം. ഈ രണ്ടായത്തുകളുടെ വിശദീകരണം ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ തഫ്സീറെ കബീറിൽ നിന്ന് കേൾപ്പിക്കുന്നു. ഇതിലെ ആദ്യത്തെ ആയത്തിൻ്റെ വിശദീകരണത്തിൻ്റെ ആദ്യ ഭാഗങ്ങൾ കഴിഞ്ഞ ദർസുകളിൽ കേൾപ്പിക്കുകയുണ്ടായി. മുൻപോട്ട് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു അരുൾ ചെയ്യുന്നു, അള്ളാഹു പറയുന്നു, വൽ ഖമരി ഇദാ തലാഹ, നാം ചന്ദ്രനെ സാക്ഷിയെന്നോളം സമർപ്പിക്കുന്നു. വെറും ചന്ദ്രനെ മാത്രമല്ല, ചന്ദ്രൻ പൂർണ്ണമായും സൂര്യൻ്റെ മുമ്പിൽ വരുന്ന ആ അവസ്ഥയെ കൂടി സാക്ഷിയായി സമർപ്പിക്കുന്നു. അത് സൂര്യൻ്റെ പ്രകാശത്തെ എടുത്തുകൊണ്ട് മറ്റു ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ എത്തിക്കുന്നു. അങ്ങനെ അതിൻ്റെ പ്രകാശത്തിൻ്റെ പൂർണ്ണത ആ ഒരു സന്ദർഭത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഏതൊരു സമയത്ത് സൂര്യൻ്റെ നേർ മുമ്പിൽ എത്തുന്നുവോ ആ സന്ദർഭത്തിൽ. അതുപോലെ ഇത് തന്നെയാണ് ചന്ദ്രൻ്റെ പൂർണ്ണ സൗന്ദര്യത്തിൻ്റെ അവസ്ഥ. ഈ ഒരു അവസരത്തിൽ ചന്ദ്രൻ സ്വന്തം അസ്തിത്വത്തിൻ്റെ കൈവന്നോളം സൂര്യൻ്റെ പ്രകാശത്തെ അത് സ്വയം എടുക്കുന്നു. അതുപോലെ അതിൻ്റെ ഈ ഒരു കൈവന്നോളം ആ വെളിച്ചം ചന്ദ്രൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. അങ്ങനെ ഭൂമിയിലെ അന്ധകാരങ്ങളെ ദൂരപ്പെടുത്തുന്നു. ഇപ്പോൾ പൂർണ്ണമായും ഈ രണ്ടായത്തിൻ്റെയും അർത്ഥം ഇതാണ്. ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഈ രണ്ടായത്തിനെയും, ഈ ആയത്തിനെയും ഇതിൻ്റെ മുൻപുള്ള ആയത്തിനെയും, വശംസി വളുഹാഹ വൽ ഖമരി ഇദാ തലാഹ, ഈ രണ്ട് ആയത്തുകളെയും വിശദീകരിച്ചുകൊണ്ട് 4 സാക്ഷികളെന്നോളം സമർപ്പിക്കുന്നു. മുൻപോട്ട് അരുൾ ചെയ്യുന്നു, ഇപ്പോൾ പൂർണ്ണമായും ഈ 2 ആയത്തിൻ്റെ അർത്ഥം ഇതാണ്. വശംസി, നാം സൂര്യനെ സാക്ഷിയെന്നോളം സമർപ്പിക്കുന്നു. അതിൽ അതിൻ്റെ സ്വന്തം പ്രകാശം അടങ്ങിയിരിക്കുന്നു. വളുഹാഹ, അതിൻ്റെ സ്വന്തം പ്രകാശത്തെയും സാക്ഷിയെന്നോളം സമർപ്പിക്കുന്നു. അതുപോലെ വൽ ഖമരി, ചന്ദ്രനെയും സാക്ഷിയെന്നോളം സമർപ്പിക്കുന്നു. ഏതൊന്നിൽ പ്രകാശിക്കുന്ന വസ്തുക്കളുടെ പ്രകാശത്തെ എടുത്തുകൊണ്ട് മറ്റുള്ള അസ്തിത്വത്തിലേക്ക് എത്തിച്ചു കൊടുത്തുകൊണ്ട് അതിനെ പ്രകാശിപ്പിക്കുവാൻ കഴിവുള്ള വസ്തു. 4, ചന്ദ്രൻ അത് പ്രാവർത്തികമാക്കിക്കൊണ്ട് സൂര്യനിൽ നിന്ന് മുഴുവൻ പ്രകാശവും എടുത്ത് ലോകത്തിന് വെളിച്ചം നൽകുന്ന അവസ്ഥയാണ് സാക്ഷി എന്നോളം സമർപ്പിക്കുന്നത്. അടുത്ത ആയത്ത് വന്നഹാരി ഇദാ ജല്ലാഹ, അള്ളാഹു പറയുന്നു, പകലിനെ കൊണ്ടും അത് അതിനെ സൂര്യനെ വെളിപ്പെടുത്തുമ്പോൾ. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഖലീഫത്തുൽ മസീഹ് സാനി റളിയല്ലാഹു തആല അൻഹു ആരംഭത്തിൽ ഇപ്രകാരം അരുൾ ചെയ്യുന്നു, പ്രത്യക്ഷത്തിൽ ദിനത്തെ സൂര്യനാണ് ഉണ്ടാക്കുന്നത്, അല്ലാതെ ദിനങ്ങൾ സൂര്യൻ്റെ പ്രകാശത്തെയല്ല ഉണ്ടാക്കുന്നത്. എന്നാൽ ഇവിടെ ഉപമ എന്നോളമാണ് ഈ വചനം പ്രയോഗിച്ചിട്ടുള്ളത്. അങ്ങനെ ളുഹ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സൂര്യൻ്റെ സ്വന്തം പ്രകാശത്തെയായിരുന്നു. ഈ ദിവസം എന്നതുകൊണ്ട് ഭൂമി സൂര്യൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് സൂര്യനെ കാണുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൻ്റെ ബാക്കി വിശദീകരണം
വരും ദിവസങ്ങളിലെ ദർസുകളിൽ കേൾപ്പിക്കുന്നതാണ്. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വബാരിക് വസല്ലി ഇന്നക ഹമീദും മജീദ്. ജസാക്കുമുല്ലാഹ്.